കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ തലയിൽ സ്റ്റിച്ചിട്ടതിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തു. ബ്രഹ്മമംഗലം വാലേച്ചിറ സ്വദേശി VC ജയനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡീസൽ ചെലവ് കാരണമാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാത്തത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്നും സ്ഥാപനത്തെ മോശമായി ചിത്രീകരിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, വിവരങ്ങൾ. അതിര ഇരുട്ടത്ത് മൊബൈൽ വെളിച്ചത്തിൻ്റെ സഹായത്തിൽ തലയിൽ സ്റ്റിച്ചിട്ട സംഭവത്തിൽ നേരത്തെ വിചിത്ര ന്യായീകരണവുമായിട്ട് ആശുപത്രി അധികൃതരടക്കം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ആ സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ആ നടപടിയും വളരെ വിചിത്രമാണെന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടത്ത് ഒരു 11-കാരൻ്റെ തലയിൽ തുന്നലിട്ട ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച മറ്റ് ആ ആശുപത്രി അധികൃതർക്കോ അവർക്കെതിരെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. പകരം ആ വീഡിയോ ദൃശ്യത്തിൽ പുറത്തു വന്നിട്ടുള്ള ആ നഴ്സിംഗ് അസിസ്റ്റന്റ്, അതായത് ഡീസൽ ഇല്ലാത്തത് മൂലമാണ് ഇത്തരത്തിൽ ഇരുട്ടത്തിരിക്കേണ്ടി വന്നത് എന്നുള്ള പ്രതികരണം നടത്തി എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് ആ നഴ്സിംഗ് അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം ആ വീഡിയോയ്ക്കുള്ളിൽ പറയുന്നത് ഡീസൽ അധിക നേരം അല്ലെങ്കിൽ ഡീസലിൻ്റെ അമിത വില കാരണം അധിക നേരം ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല, അതുമൂലമാണ് ഓഫാക്കി ഇടുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രതികരണം ആശുപത്രിയുടെയും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരിന് കളങ്കമുണ്ടാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ സ്ഥാപനത്തെ മാനക്കേടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ആ പ്രതികരണങ്ങൾ. അതോടൊപ്പം തന്നെ ഡീസലില്ല എന്നുള്ള രീതിയിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള വാലച്ചിറ സ്വദേശി VC ജയനെതിരായിട്ട് സസ്പെൻഷൻ നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ വളരെ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടറുടെ അടക്കം ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവർക്കെതിരെയായിട്ടൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയകരമായിട്ടുള്ള വസ്തുത. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം, വിവാദമായതിനു ശേഷം ആശുപത്രി അധികൃതരും പൂർണ്ണ കുറ്റവും ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് തലയിൽ വെച്ച് അല്ലെങ്കിൽ ഊരുന്ന അല്ലെങ്കിൽ അവർ പഴി മുഴുവൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അതിൽ നിന്നും മാറുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ച എന്നോണം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഈ നടപടിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നേരത്തെ മന്ത്രി VN വാസവൻ അടക്കം ഈ സംഭവത്തിൽ പൂർണ്ണമായിട്ടും ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് കള്ളം പറഞ്ഞതാണ്. ഡീസൽ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, മതിയായിട്ടുള്ള ഡീസൽ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഈ സംഭവത്തെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ആ ചികിത്സയിൽ ഉണ്ടായിട്ടുള്ള ആ പിഴവിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും അങ്ങനെ തലയിൽ തുന്നലിടാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സാ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു നയം സ്വീകരിച്ചിരുന്നില്ല. ഇരുട്ടത്തിരുന്നു കൊണ്ടും ആ 11 വയസ്സുകാരൻ കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിട്ട് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇത് ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായത്. പക്ഷേ അവർ പോലീസിലോ മറ്റോ ഒന്നും പരാതിപ്പെടാനായിട്ട് തയ്യാറായിരുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രം മതി എന്നായിരുന്നു കുട്ടിയുടെ മാതാവ് നമ്മളോടക്കം പ്രതികരിച്ചിരുന്നത്. എന്തായാലും ആ സംഭവത്തിലുണ്ടായിട്ടുള്ള നടപടി വളരെ വിചിത്രമെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ആതിര. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.